നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റു. രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇന്ന് നടന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പങ്കെടുത്തത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി, ദേശീയ സംസ്ഥാന നേതാക്കൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി ഈ സംഘടനയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രതിനിധികൾ തന്നെ രംഗത്തെത്തി. ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുത്ത വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ആ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ശേഷം നടത്തിയ പ്രസംഗം അത് ഓരോ പ്രവർത്തകർക്കും വലിയ ഊർജം നൽകുന്നതായിരുന്നു. കേരളത്തിൽ ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് തൻ്റെ ദൗത്യം. വികസിത കേരളമാണ് എൻ്റെ ലക്ഷ്യം. അത് നടപ്പാക്കാതെ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാതെ, ആ ലക്ഷ്യം കാണാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോവില്ല എന്നൊരു പ്രതിജ്ഞയാണ് ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും പ്രതിനിധികളുടെയും മുമ്പിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ ഒരു ഉണർവ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുക്കുന്ന ബി.ജെ.പി വിരുദ്ധ വാർത്തകളുടെ പേരിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ വിമർശനം പാർട്ടി അണികളിൽ നിന്ന് തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാകുമ്പോൾ അത്തരം വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ച് ദേശീയ നേതൃത്വം, കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ച ആ നേതാവിനൊപ്പം നിൽക്കുകയാണ് ബി.ജെ.പിയുടെ കേഡർമാരെല്ലാവരും. അതിന് സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. ബി.എൽ. സന്തോഷ്, ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, മുൻ സംഘടനാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന അതിശക്തനായ നേതാവാണ് ബി.എൽ. സന്തോഷ്. ബി.എൽ. സന്തോഷ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുരേന്ദ്രനെ പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രനും ടീമും കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടത്തിയ സംഘടനാ പ്രവർത്തനം അത് മഹത്തരമായിരുന്നു എന്ന് തന്നെയാണ് ബി.എൽ. സന്തോഷ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് കെ സുരേന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ മതിപ്പുണ്ട് എന്ന് തന്നെയാണ് ആ സന്ദേശം നൽകുന്നത്. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയിൽ പ്രസംഗിച്ച ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ 5 വർഷം മികച്ച പ്രകടനം നടത്തി എന്ന് തന്നെയാണ്. ഇപ്പോഴിതാ ബി.ജെ.പി നേതാവ് സദാനന്ദൻ മാസ്റ്ററുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ബി.ജെ.പിക്ക് മാത്രം കഴിയുന്നത് എന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട പ്രക്രിയയ്ക്ക് പാർട്ടി നൽകിയ പേര് സംഘടനാ പർവം എന്നാണ്. പ്രവർത്തകരിലും അനുഭാവികളിലും ആത്മഹർഷവും ആത്മാഭിമാനവും ആത്മവിശ്വാസവും പകരുന്ന സംഘടനാ ഉത്സവം. അംഗത്വ വിതരണം തുടർന്ന് ബൂത്ത് തലം മുതൽ വിവിധ ഘടകങ്ങളിൽ കാര്യകർത്തൃ വിന്യാസവും മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലൂടെ പ്രവർത്തകരുടെ അഭിപ്രായ സമവായത്തിലൂടെ ബൂത്ത്, മണ്ഡലം, ജില്ലാ തലങ്ങളിൽ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതിനു ശേഷം സംസ്ഥാന അധ്യക്ഷനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന ജീനിയസ് ഇന്നു മുതൽ കേരളത്തിൽ പാർട്ടിയെ സമർത്ഥമായി നയിക്കും. ടീം കേരളം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഉജ്ജ്വല വിജയങ്ങൾ കൈവരിക്കും. കേരളത്തിൽ പുതു രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകും. ഭാവി കേരളം ബി.ജെ.പിക്കുള്ളതാണ്. കേരളത്തിൽ പുതു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുവരിക, അതുതന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അത് ബി.ജെ.പിക്കുള്ളിൽ തന്നെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലൊന്നാകെ ഒരു പുതു പരിവർത്തനം വരുത്തേണ്ടത് ആവശ്യമാണ്. ശശി തരൂർ അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. അതായത് ഇത്തരമൊരു ശ്രമമാണ് ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ നടത്തിയത്. പക്ഷേ പാർട്ടി ആ ശ്രമത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാർട്ടി പുതിയ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പാകമായിട്ടില്ല. പക്ഷേ ബി.ജെ.പി അങ്ങനെയല്ല. ഏത് പെട്ടെന്നുള്ള മാറ്റത്തെയും അംഗീകരിക്കുന്ന പാർട്ടിയാണ് എന്നിപ്പോൾ തെളിയിക്കുകയാണ്. മാത്രമല്ല, ബി.ജെ.പി ഗ്രൂപ്പുകളുടെ പാർട്ടിയാണ് എന്ന് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടവർക്ക് ഇനി ആ അഭിപ്രായം മാറ്റേണ്ടി വരും. കാരണം ഗ്രൂപ്പുകളുടെ യാതൊരു സാന്നിധ്യവുമില്ലാതെ എല്ലാ നേതാക്കളും ഒരുമിച്ച് രാജീവ് ചന്ദ്രശേഖറിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ യോഗത്തിലും കണ്ടത്. മാത്രമല്ല, ആർ.എസ്.എസും ബി.ജെ.പിയും തമ്മിലുള്ള മികച്ച ഏകോപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് സംഘടനയിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു വിവരമെന്നത്. അതായത് തീർച്ചയായും ആർ.എസ്.എസ് ഉടൻ തന്നെ ബി.ജെ.പിക്ക് ഒരു സംഘടനാ സെക്രട്ടറിയെ നൽകും. ആ സംഘടനാ സെക്രട്ടറി ഇനി മുതൽ, അതായത് ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിലുള്ള മികച്ച ഏകോപനം അതുണ്ടാക്കും. മാത്രമല്ല, ഈ സംഘടനയുടെ ഘടന അത് ശക്തിപ്പെടുത്താൻ സംഘടനാ സെക്രട്ടറി ശ്രമിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടെ എന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക്
തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.